പ്രിയ സഹോദരരെ, കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുസരിച്ച് നന്ദി സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വേദനയോടെ കേരളത്തെ നോക്കി കാണുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം, വെള്ളപ്പൊക്കമാണ്. 25ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകളെ കാണാതായിട്ടുണ്ട്. ഒരുപക്ഷെ ധാരാളം കന്നുകാലികൾ, ആടുകൾ, കോഴികൾ, അതിനെപ്പറ്റിയൊന്നും ആരും പറഞ്ഞ് കേൾക്കുന്നില്ല. ഈ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ എത്രയോ മൃഗങ്ങളുണ്ടാവും. അതിൻ്റെയൊക്കെ വേദനകളും രോദനങ്ങളും ആരാണ് കേൾക്കുക? ഇതൊക്കെ മനുഷ്യൻ്റെ അമിതമായ ലാഭേച്ഛകൾക്കും മനുഷ്യൻ്റെ ഉപഭോഗ തൃഷ്ണയ്ക്കും ഉള്ള മറുപടിയാണ്. ലോകത്ത് നമുക്കറിയാം, 200 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 200 വർഷം JCB ഉണ്ടാക്കുന്നതിന് മുമ്പ്, ട്രെയിനുകൾ ഓടുന്നതിന് മുമ്പ്, ബസ്സുകൾ ലോകത്തേക്കൂടെ ഓടുന്നതിന് മുമ്പ്, വിമാനങ്ങൾ ഓടുന്നതിന് മുമ്പ്, നമുക്കറിയാം അണകൾ കെട്ടുന്നതിന് മുമ്പ്, ഇതിനൊന്നും ഈ കേരളത്തിലെന്നല്ല ലോകത്തിൻ്റെ ഒരു ഭാഗങ്ങളിലും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വലിയ പ്രളയങ്ങളോ മണ്ണിടിച്ചിലുകളോ ആൾനാശമോ ഇല്ലായിരുന്നു. അത് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. എങ്കിലും നാം അതിനെ ഒരു 250 വർഷം പുറകോട്ടും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ നാടുകളിൽ കൂടെ എത്രയോ വലിയ കരിങ്കൽ കോറകളാണ്. കരിങ്കൽ കോറ എന്നാ പറയുക. വലിയ മല പോലെ നിൽക്കുന്ന കരിങ്കല്ലുകൾ വെടിവെച്ച് താഴെ വീഴിച്ച് അത് ഉപയോഗിച്ച് നമ്മൾ കരിങ്കല്ലിൻ്റെ പൊടി, സിമെൻറ്റ്, കല്ല്, ചിപ്സ്, മെറ്റൽ, ഇതെല്ലാം ഉണ്ടാക്കും. നമുക്കറിയാം. അപ്പം നമ്മൾ ചോദിക്കും, ഇതൊക്കെ നമുക്ക് വേണ്ടേ? ന്യായമായിട്ട് ഇത് ആവശ്യമുള്ളതല്ലേ? അതൊക്കെ ചോദ്യം വരാം. അതവിടെ നിൽക്കട്ടെ. മറിച്ച് 250 വർഷം മുമ്പ് ഇത് കണ്ടുപിടിക്കുന്ന കാലഘട്ടങ്ങൾ മുമ്പ് നമുക്കെല്ലാം ലോകത്തിൽ ഒരിടത്തും ഒരു പ്രശ്നങ്ങളുമില്ലായിരുന്നു. ഡീസൽ, പെട്രോൾ കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് നല്ലതല്ലായിരുന്നോ? പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. എത്രയോ ട്രെയിനുകൾ ലോകത്തിൽ കൂടി ഓടുന്നു, എത്രയോ വിമാനങ്ങൾ പറക്കുന്നു, അത് താഴ്ന്നു പൊങ്ങുന്നു, എത്രയോ കപ്പലുകൾ സമുദ്രത്തിൽ കൂടെ പോകുന്നു. എല്ലാ സ്ഥലങ്ങളും വൈബ്രേറ്റ് ചെയ്യുകയാണ്, വിറയ്ക്കുകയാണ്. ഒരു വിമാനം ലാൻഡ് ചെയ്യുകയും പൊങ്ങുകയും ചെയ്യുമ്പോൾ ആ ഭൂമി ഒന്ന് പ്രകമ്പനം കൊള്ളും. ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് നമുക്കറിയാം, ട്രെയിൻ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ആ പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ കുലുക്കും നമുക്കറിയാം. ഒരു ബസ്സാണെങ്കിലും ഓടി വരുമ്പോൾ. അപ്പോൾ എത്രയോ വാഹനങ്ങളാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ കൂടെയും ഇങ്ങനെ ചലിക്കുന്നത്. കപ്പലുകൾ, ഇതൊക്കെ ചലിക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ അഥവാ ചലനങ്ങൾ ഭൂമിയെ ബാധിക്കും. പ്രത്യേകിച്ചും വലിയ കരിങ്കൽ കോറകളൊക്കെ വെടിവെച്ച് താഴിട്ട് പൊട്ടിക്കുമ്പോൾ, മലകളൊക്കെ ഒരു 6 മാസം, 1 വർഷം, 2 വർഷം കഴിയുമ്പോൾ നമുക്കറിയാം ഒരു പ്രദേശമൊക്കെ ഇല്ലാതെയാവുകയാണ്, അല്ലെങ്കിൽ ഒരു മലപ്രദേശം ഇല്ലാതെയാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ എവിടെ, പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവനെ നിലനിർത്താനുള്ള ഒരു ബാലൻസിങ് സിസ്റ്റമാണ്, ഒരു ബാലൻസിങ് സംവിധാനമാണ്. നമുക്കറിയാം, കൃഷിയിൽ നിന്നാണ് മനുഷ്യൻ ആഹാരമില്ല, മനുഷ്യൻ മരിച്ചു. അപ്പോൾ ഈ കൃഷി ഉണ്ടാകുന്നത് മണ്ണിൽ നിന്നും കാലാവസ്ഥയിൽ നിന്നൊക്കെയാണ്. കാലാവസ്ഥ പ്രതികൂലമായാൽ നമ്മുടെ കൃഷികൾ നശിച്ചു പോവും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നല്ല വിളവുണ്ടാവും. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എവിടെയൊക്കെ മനുഷ്യൻ ദൈവിക ചിന്തകൾ മറന്ന് അനീതി പ്രവർത്തിക്കുന്നു, അവിടെയൊക്കെ ദൈവം ശിക്ഷിക്കാൻ വരേണ്ട ആവശ്യമില്ല. പ്രകൃതി തന്നെ ശിക്ഷിച്ചുകൊള്ളും. നമുക്കറിയാം, ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഈ കാനഡ, അമേരിക്ക, ലണ്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് ജോലി കിട്ടി നമ്മൾ വലിയ വീടുകൾ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും എല്ലാം മനുഷ്യനെ സമാധാനം നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തയ്ക്കകത്ത് ഒരാൾ പറയുകയാണ്, മുല്ലപ്പെരിയാർ അണക്കെട്ടിന് താഴ്ഭാഗത്തുള്ള യുവാക്കന്മാർക്ക് വിവാഹം നടക്കുന്നില്ല, കാരണം അങ്ങോട്ടൊരു പെൺകുട്ടിയും ചെല്ലുകയില്ല. അപ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിക്കുക. മറ്റൊന്ന്, നമുക്കറിയാം, നമ്മുടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്, അല്ലെങ്കിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് ഡെയിലി പോകുന്ന ആളാണെന്ന് പറഞ്ഞാൽ അവർക്ക് കല്യാണം നടക്കില്ല. അപ്പോൾ ഇതിന് വലിയ വാർക്ക വീടുകൾ വെക്കണം. വാർക്ക വീടുകളോ അതോടനുബന്ധിച്ച് കാറ് സംവിധാനങ്ങൾ എല്ലാം ഏറ്റവും റിച്ച് എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സ്വഭാവം നമ്മുടെ മുഖം സമൂഹത്തെ കാണിച്ചെങ്കിലേ, അല്ലെങ്കിൽ ഒരു വീട്ടുകാർ ഒരു ചെറുക്കൻ്റെ വീട്ടിൽ വന്നുമ്പോൾ ഞങ്ങൾ വലിയ മുതലാളിമാരാണ്, അല്ലെങ്കിൽ സമ്പത്തുള്ളവരാണ്, എൻ്റെ മകൻ ഫ്രാൻസിലാണ്, കാനഡയിലാണെന്ന് പറഞ്ഞാൽ കല്യാണം നടക്കില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളിൽ ഓടിട്ട വീടുകളായിരുന്നു. ഇന്ന് ഓടിട്ട വീട്ടിലെ ഒരു ചെറുക്കനെ കല്യാണം കഴിക്കാൻ ഒരു സ്ത്രീകളും വരികയില്ല. കാരണം പെണ്ണിൻ്റെ വീട് 2 നിലയായിരിക്കും.
അതിൻ്റെ പറ്റുന്നൊരു കാറും ഉണ്ടാവും. അപ്പോൾ ചെറുക്കനൊന്നുമില്ലെന്ന് പറഞ്ഞാൽ കല്യാണം നടക്കില്ല. അപ്പോൾ ഇതെല്ലാം എന്താണ് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, അത് കൊറിന്തോസുകാർക്കെതിരെ മനുഷ്യൻ്റെ ഈ ദുഷ്ടത നിറഞ്ഞ മുഖമുണ്ടല്ലോ, ഈ അശുദ്ധിയും മ്ലേച്ഛം നിറഞ്ഞ മുഖമുണ്ടല്ലോ, അതിനെപ്പറ്റി കർത്താവ് കൊറിന്തോസുകാരുടെ പറയുന്നുണ്ട്. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു, അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. അതിനകത്തൊരു ഒരു വാക്കുണ്ട്. ആ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആ വാക്കിനെ ഉദ്ധരിച്ചാണ് ഞാൻ ഇത്രയും കാര്യം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവവചനത്തെ ആധാരമാക്കിയും ഊന്നിയുമാണ് പറയുന്നത്. എൻ്റെ സ്വന്തമായൊരു അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും ഒരു കാര്യങ്ങളും എൻ്റെ ക്ലാസ്സിലൂടെ ഞാൻ ലോകത്തോട് സംസാരിക്കാറില്ല. കാരണം കേൾക്കുന്ന വ്യക്തി ഒരാളാണെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ അഗാധങ്ങളിൽ ഈ സത്യമാണെന്നും അത് ദൈവവചനം പാലിക്കാത്തതുകൊണ്ടാണെന്നുള്ള ബോധ്യം അവർക്ക് വരണം. അതിനുവേണ്ടി അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരുന്നു. വ്യർത്ഥത എന്ന വാക്കിനെ പറ്റി വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയാണ് എനിക്ക് എൻ്റെ മറുപടി യേശുവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് പോലും കിട്ടിയത്. അത് അവസാനം തന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം അർത്ഥശൂന്യതയാണ്, അർത്ഥമില്ലായ്മയാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അതല്ല, പൊയ്മുഖം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊയ്മുഖം, അല്ലെങ്കിൽ വാർക്ക വീടുള്ളവരുടെ പൊയ്മുഖം, അല്ലെങ്കിൽ കാനഡയിലും ലണ്ടനിലും UK അമേരിക്കയിലൊക്കെ ജോലിയുള്ളവരുടെ പൊയ്മുഖം, ഉയർന്ന വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരുടെ പൊയ്മുഖം, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയവരുടെ പൊയ്മുഖം, അവർ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴുള്ള വസ്ത്രധാരണത്തിലെ പൊയ്മുഖം, അവരുടെ കല്യാണങ്ങളിലെ ആഡംബരങ്ങളുടെ പൊയ്മുഖം, അവരുടെ ലോൺ എടുത്ത് വലിയ ആഡംബരം കാണിക്കുന്നതിലെ പൊയ്മുഖം, അവരുടെ വസ്ത്രധാരണത്തിലെ പൊയ്മുഖം, ഇതെല്ലാം എന്തു ചെയ്യും? പൊയ്മുഖത്തിൻ്റെ അളവും എണ്ണവും കൂടുമ്പോൾ വാർക്ക വീടുകളുടെ വലിപ്പവും നീളവും ഉയരവും കൂടും. അതനുസരിച്ച് നാം ഭൂമിയെ ചൂഷണം ചെയ്യണം. അതനുസരിച്ച് ഭൂമിയെ ചൂഷണം ചെയ്തെങ്കിലേ നമുക്ക് വലിയ വാർക്ക വീടുകൾ വയ്ക്കാൻ പറ്റുകയുള്ളൂ. ഒരു നില വാർക്ക വീടാണെങ്കിൽ അത്യാവശ്യം 2 നില എന്ന് പറയുമ്പോൾ തന്നെ അത് അത്രയും ഉയരത്തിൽ പണിയണ്ടേ, അത്രയും ലോഡ് താങ്ങണം. ഒരു സ്ഥലത്തുനിന്ന് അതിൻ്റെ മണ്ണും കല്ലും സിമെൻറ്റും വെട്ടുകല്ലും കരിങ്കല്ലും എല്ലാം വേറെ സ്ഥലത്തേക്ക് മാറണം. അപ്പോൾ ഇങ്ങനെ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ വൈബ്രേഷൻ അഥവാ അതിൻ്റെ ചലന തരംഗങ്ങൾ കൂടും. അത് പ്രകൃതിയെ വല്ലാതെ ബാധിക്കും. മലമ്പ്രദേശങ്ങളിൽ വെടിവെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ വെള്ളം താഴും. ആ മണ്ണിൻ്റെ വിടയിൽ കൂടെ വെള്ളം താഴും. അങ്ങനെ വരുമ്പോൾ അവിടെ ഉരുൾപൊട്ടലുണ്ടാവും. നമുക്കറിയാം 2 വർഷം മുമ്പ് 5 വർഷം മുമ്പ് ഉണ്ടായതിനേക്കാൾ ഇരട്ടിയും വലുപ്പവും ആഴവും കൂടുതലാണ് ഇപ്പോഴത്തെ ഉരുൾപൊട്ടൽ. നമുക്കറിയാം എല്ലാ ജില്ലകളിലും ഏതാണ്ട് ശരാശരി ജില്ലകളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ മലയ്ക്ക് പോലും ഒരു 4 വർഷം 5 വർഷം മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശരാശരി മലമ്പ്രദേശങ്ങളുള്ളവരിലെല്ലാം ഉരുൾപൊട്ടലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? നമുക്കൊരു വാർക്ക വീട് വേണ്ടേ, ഒരു ജോലിയില്ല, അതുകൊണ്ടല്ലേ? അല്ല, അതല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ ഒരു നിയമം വരികയായിരുന്നു, 10 വർഷം ഒരു നിയമം വരികയായിരുന്നു, ആരും വാർക്ക വീടുകൾ പണിയാൻ പാടില്ല, അങ്ങനെ ഒരു സംവിധാനം പഞ്ചായത്ത് തരികയില്ല, ഓടിട്ട മനോഹരമായ വീട് എല്ലാവരും ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലോ ഈ കല്ല് പൊട്ടിക്കേണ്ട ആവശ്യം വരുമോ? ഈ സിമെൻറ്റിൻ്റെ ആവശ്യം വരുമോ? സിമെൻറ്റിൻ്റെ അളവിൽ കുറവേ വരുള്ളൂ. നമുക്കറിയാം പണ്ടത്തെ കാലത്ത് മൺകട്ട ഉപയോഗിച്ചായിരുന്നു വീടുകൾ നിർമ്മിച്ചത്. ഇപ്പോഴും എൻ്റെ വീടുകളൊക്കെ മൺകട്ടയുടെ വീടുകളാണ്. ഓടിന് പകരം ആസ്പെക്ട്സ് ആയിരുന്നുള്ള ഓട് കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മരങ്ങൾ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വെച്ചെന്നുള്ള വാർക്ക വീടുകളല്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമം വരികയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആർക്കും വാർക്ക വീടുകൾ ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിലോ എന്തുമാത്രം പ്രകൃതിയിൽ ചൂഷണം കുറയുമായിരുന്നു, എന്തുമാത്രം മരണം കുറയുമായിരുന്നു, എന്തുമാത്രം പ്രദേശങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ 5 വർഷത്തിനുള്ളിൽ കാലവർഷക്കെടുതി കൊണ്ട് കേരളത്തിൽ മരിച്ചുപോയവരുടെ അംഗങ്ങളെ എണ്ണം എടുത്തു നോക്കിയാൽ നമുക്കറിയാം അവരൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിക്കേണ്ട മനുഷ്യരാണ്. പക്ഷേ അവർ ഈ ലോകത്ത് നിന്ന് അകാലത്തിൽ പോയെങ്കിൽ അതിൻ്റെ പിന്നിൽ മനുഷ്യരുടെ ഒരൊറ്റ കാര്യമുള്ളൂ, അത് വ്യർത്ഥതയാണ്, പൊയ്മുഖമാണ്. ഈ പൊയ്മുഖത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പ്രകൃതി തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും. ഇത് ബൈബിൾ ഭാഷ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഭാഷയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ശാസ്ത്രീയ ഭാഷയോ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഭാഷയോ അല്ല ഞാൻ പറയുന്നത്. ദൈവിക ഭാഷയുടെ പ്രകൃതിയുടെ ഭാഷയായിട്ട് ചേർത്താണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പൊയ്മുഖം എന്ന് പറയാൻ കാരണം. നമുക്കറിയാം വാർക്ക കെട്ടിടങ്ങൾ ഒരു നഗരത്തിൽ ഷോപ്പിംഗ് മാളുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അത്തരം സംവിധാനങ്ങളോ ഒക്കെ കുറച്ച് പണിതുകൊള്ളട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എല്ലാ വീടുകളും 2 നില 50 ലക്ഷത്തിൻ്റെ 1 കോടി 2 കോടി രൂപ വീടുകളൊക്കെ അല്ലാതെ അതിൽ കുറഞ്ഞ വീടുകൾ വളരെ കുറവാണ്. ഇപ്പം വയ്ക്കുന്ന വീടുകളെല്ലാം 1 കോടി 1.5 കോടിയുടെയാണ് വയ്ക്കുന്നത്. അതിന് എന്തുമാത്രം അതിൻ്റെ പ്രദേശങ്ങളെല്ലാം മണ്ണിട്ട് നികത്തുന്നു.
അതിനത്രമാത്രം അവിടെ ആ JCB ഉപയോഗിച്ച് മാന്തി മറിക്കുന്നു, അതിനുവേണ്ടി വെടിവെക്കുന്നു. അങ്ങനെ ആ പ്രദേശങ്ങളെല്ലാം അതുപോലെ അത്രമാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മണ്ണിൻ്റെ ഘടനയും മണ്ണിൻ്റെ മാന്തലും മണ്ണിൻ്റെ വലിച്ചു മാറ്റലുമൊക്കെ പ്രകൃതിയെ വേദനിപ്പിക്കുന്നതും പ്രകൃതിയെ കരയിപ്പിക്കുന്നതുമാണ്. പ്രകൃതിയോട് സ്നേഹമില്ലാതെയാണ് നഗരങ്ങൾ പടുത്തുയർത്തപ്പെടുന്നത്. നഗരവൽക്കരണം എന്ന് തന്നെ നമുക്കറിയാം. വലിയ നഗരങ്ങൾ അത് 10, 15, 20, 30, 40, 50, 60, 70, 100, 120 നിലയുള്ള കെട്ടിടങ്ങൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ അതിനെപ്പറ്റി കർത്താവ് ആമോസ് പ്രവാചകൻ പറയുന്നുണ്ട്, ദന്തനിർമ്മിതമായ മണിസൗധങ്ങൾ നാമാവിശേഷമാകുന്ന കർത്താവ്. അതിൻ്റെയൊക്കെ വീഴ്ച എത്രയോ വലുതായിരിക്കും. അതൊക്കെ വീഴാൻ പാകത്തിലുള്ള കാലഘട്ടം നമ്മുടെ മുമ്പിൽ എത്തുമ്പോഴും നമ്മുടെ പൊയ്മുഖത്തിന് ഒരു വ്യത്യാസമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ പറഞ്ഞ ക്ലാസ് ഇതാണ്. നമ്മൾ കാളയെപ്പറ്റി കണ്ടു, നമ്മൾ ആടിനെപ്പറ്റി കേട്ടു, നമ്മൾ പ്രാവിനെപ്പറ്റി കേട്ടു. ഇനി നമ്മൾ കേൾക്കാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം നാണയമാണ്. ആ നാണയത്തെ സംബന്ധിച്ച് ഒരു ക്ലാസ് കൂടെ നിങ്ങൾക്ക് തരണം, അടുത്ത ദിവസങ്ങളിൽ ഞാൻ തരും. കാരണം അത് ആ വിഷയത്തിന് മുമ്പ് ഈ ആനുകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യണം. കാരണം എവിടെയാണ് മനുഷ്യൻ്റെ തിന്മ, എവിടെയാണ് മനുഷ്യൻ്റെ പ്രകൃതിക്ക് എതിരെ പ്രവർത്തിച്ചതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ അറിയണം. ദൈവം പറഞ്ഞ വചനത്തിന് ഒരൊറ്റ വാക്കാണ് വ്യർത്ഥത എന്ന വാക്ക്. ആ വ്യർത്ഥത എന്ന വാക്കിൻ്റെ അർത്ഥം പൊയ്മുഖം എന്നാണ്. ഈ പൊയ്മുഖം മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേഷം കെട്ടുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ ഭാഷാ പഠനങ്ങൾ, വിദേശ ജോലികൾ, ഈ വാർക്ക വീടുകൾ, ഈ 2 നില കാറുകൾ എല്ലാം നമുക്കറിയാം. 3ാം ലോക മഹായുദ്ധം ആസന്നമാണെങ്കിൽ അതെല്ലാം എന്നേക്കുമാണ്. പ്രത്യേകിച്ചും കാള വയൽ ഇല്ലാതെയാവും. പിന്നെ ആടുകൾ അഥവാ നമ്മുടെ സഭകൾ ഇല്ലാതെയാവും. മറ്റൊന്ന് പ്രാവുകൾ, പ്രാർത്ഥനകൾ ഇല്ലാതെയാവും. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ നാണയവും ഇല്ലാതെയാവും. ആ നാണയം ഇല്ലാതാകാൻ പോകുന്ന കാലഘട്ടങ്ങളുടെ തൊട്ട് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ പൊയ്മുഖത്തിന് ഇന്നും കുറവില്ലെങ്കിൽ സർവശക്തനായ ദൈവം പറയാണ്, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തൽ ആകാംക്ഷം കാത്തിരിക്കുകയാണ്. ഏതാണ്? യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ്. സൃഷ്ടപ്രപഞ്ചം നോക്കിയിരിക്കുകയാണ്, പക്ഷേ മനുഷ്യ സമൂഹത്തിന് നോട്ടം ഇല്ല. മനുഷ്യർക്കോ സഭകൾക്കോ കുടുംബത്തിനോ വ്യക്തിക്കോ രാഷ്ട്രങ്ങൾക്കോ രാഷ്ട്രീയത്തിനോ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കുകയില്ല. പക്ഷേ പ്രകൃതി നോക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് സൃഷ്ടപ്രപഞ്ചം എന്ന് പറഞ്ഞത്. സൃഷ്ടപ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സൗരയൂഥത്തെ മുഴുവനുമാണ് സർവശക്തനായ ദൈവം അർത്ഥമാകുന്നത്. സൃഷ്ടപ്രപഞ്ചം എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ഭൂമിയെ മാത്രമല്ല, പ്രപഞ്ചം പോലും യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. അതാണ് ആണവ ആയുധങ്ങൾ, മുങ്ങിക്കപ്പലുകൾ, നമുക്കറിയാം. അതുപോലെ ബഹിരാകാശത്തേക്ക് പറന്നുയരുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ, ഇപ്പോഴത്തെ നടക്കുന്ന യുദ്ധങ്ങൾ, അതോടനുബന്ധിച്ച് വരാനിരിക്കുന്ന ഭീമാകാരമായ ആണവ സ്ഫോടനങ്ങൾ, ഇതെല്ലാം പ്രകൃതി നോക്കിയിരിക്കുകയാണ്. പ്രകൃതിക്കറിയാം, പ്രകൃതി മണ്ണിനറിയാം. മണ്ണിൽ നിന്നാണ്, എൻ്റെ ഈ പ്രദേശത്തു നിന്നാണ്, മണ്ണിൽ നിന്നാണ് യുറേനിയം എന്ന വസ്തു കുഴിച്ചെടുത്തിട്ട് പോയത്. അതാണ് ഇപ്പോൾ അണുബോംബായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ആ മണ്ണിനറിയാം. അതുകൊണ്ടാണ് സൃഷ്ടപ്രപഞ്ചം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ അത് എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്? ബഹിരാകാശത്തേക്ക് പറന്നു പോകാനുള്ള തക്കവിധം അതിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതും പ്രകൃതിക്കറിയാം. ചന്ദ്രനെ കൊണ്ടുവയ്ക്കും, അതൊക്കെ ചന്ദ്രനിൽ നിന്ന് പൊട്ടും. അതുകൊണ്ടാണ് ചന്ദ്രൻ രക്തമയമായി മാറും എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂര്യനില്ലാതെയാകും. അത് 2033 കഴിഞ്ഞ ശേഷമുള്ള കാലഘട്ടം. ഏതാനും വർഷങ്ങൾ കൂടി മുന്നോട്ട് പോയെന്നാൽ പ്രകൃതി അതിൻ്റെ സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങും. ഇതൊക്കെ നമുക്ക് ബോധ്യമാകുമ്പോഴും നമുക്ക്, പ്രത്യേകിച്ചും സഭകൾക്ക്, ജനങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് മാത്രം ഒരു ബോധ്യമോ ഇന്ന് വരെ വന്നിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, കേരളത്തിലേക്ക് നോക്കിക്കോ, നിൻ്റെ പൊയ്മുഖങ്ങൾ കേരളത്തിലെ അടിച്ച് തകർത്ത് കർത്താവ് കളയുകയാണ്. കാരണം എന്താണ്? വെള്ളപ്പൊക്കം. അതോടെ എത്രയോ പേരാണ് വേദനകൾ അനുഭവിക്കുന്നത്. മറ്റുള്ള മനുഷ്യരുടെ വ്യർത്ഥത മൂലം ലോകത്തെ മറ്റുള്ള വ്യക്തികളും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ വേദനയാണ് ഏറ്റവും വലിയ വേദന. നമുക്ക് 2 നില വാർക്ക് വീടൊക്കെ 2 വർഷം മുമ്പ് 2018 ആ പ്രളയത്തിൽ വലിയ മലകളിൽ വാർക്ക വീടുകൾ പുഴയിലേക്ക് വീഴുന്നതും വലിയ ഉരുൾപൊട്ടൽ ഒലിച്ചു പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തിനാണ്? അത് എത്രമാത്രം ടൺ കണക്കിന് ഭാരമുള്ള അത്തരം സംവിധാനങ്ങൾ വീടിൻ്റെ പുറത്തുണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ഭാരം താങ്ങാൻ, വെള്ളം അടിയിൽ കൂടെ ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ വരും. അതേ സ്ഥാനത്ത് ഓടിട്ട വീടുകളാണ് 4 5 മുറികളിൽ മൺകട്ടകൾക്ക് പണിതാണെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ആ കെട്ടിടമൊന്നും ഒരിക്കലും ഇരുണ്ടി ആടുകയില്ല. പഴയ കാലത്ത് ഓടിട്ട വീടുകൾ എത്രയോ ഇന്നും ഇരിക്കുന്ന എത്രയോ വീടുകൾ, പഴയ വീടുകൾ, പഴയ കെട്ടിടങ്ങൾ, ഓടിട്ട വീടുകൾ ഇന്നും മനോഹരമായിട്ടിരിപ്പുണ്ട്.
അതൊക്കെ മനോഹരമാക്കി വെച്ചാൽ മതി. മനുഷ്യൻ്റെ പൊയ് മുഖം. എനിക്ക് കാനഡ ജോലി ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് 5 ലക്ഷം 10 ലക്ഷം അയച്ചാൽ എനിക്ക് പൊയ് മുഖം ഓട്ടോമാറ്റിക്. അപ്പോൾ അയച്ചു കൊടുക്കുന്ന വ്യക്തിക്കും അത് അയച്ചു കൊടുക്കാൻ വാങ്ങുന്ന വ്യക്തിക്കും ഒരേ പൊയ് മുഖമാണ്. അപ്പോൾ അത് ഈ പൊയ് മുഖത്തിൻ്റെ തിക്തഫലങ്ങൾ, പരിണിത ഫലങ്ങൾ, അതിൻ്റെ പ്രകൃതി തിരിച്ചടികൾ ഇതിലും ഭയാനകമായിരിക്കും വരും കാലങ്ങളിൽ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, വ്യർത്ഥത എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ചുമ്മാ എഴുതി വെച്ചതല്ല. മനുഷ്യൻ്റെ അഹങ്കാരത്തിന്, മനുഷ്യൻ്റെ ധിക്കാരത്തിന്, മനുഷ്യൻ്റെ അതിരറ്റ സുഖലോലുപതിക്ക്, മനുഷ്യൻ്റെ അതിരറ്റ സാമ്പത്തിക മോഹങ്ങൾക്ക്, മനുഷ്യൻ്റെ അതിരറ്റ തൃഷ്ണകൾക്ക്, മനുഷ്യൻ്റെ അതിരറ്റ അഹങ്കാര ചിന്തകളുടെ പ്രകടനങ്ങൾക്ക്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പണത്തിൻ്റെ കണക്കുകൾക്ക് സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ കർത്താവിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 70 ലക്ഷം ക്രിസ്ത്യാനികൾ ഒരു മാസം 300 രൂപ വെച്ച് മൊബൈൽ ഫോണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 70 ലക്ഷം × 300 എന്ന സംഖ്യ നിങ്ങൾ കൂട്ടിയാൽ എത്ര കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ സഭയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ചിന്തിച്ചാൽ മതി. അത് 10 വർഷത്തെ പൈസ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ പ്രിയപ്പെട്ട നമ്മുടെ തല പൊട്ടിപ്പോകും. കാരണം വെച്ചാൽ 70 ലക്ഷം × 10 വർഷം കൂട്ടിയാൽ കിട്ടുന്ന പൈസയുടെ കണക്ക് നമുക്ക് കൂട്ടിയാൽ അത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. സംഖ്യ ഒന്നിട്ടിട്ട് ഒരു 100 പൂജ്യം ഇട്ടാൽ വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വായിക്കാൻ പറ്റുന്നത് വായിച്ചുള്ളൂ പ്രിയപ്പെട്ടെ. അത്രമാത്രം പണം നമ്മൾ ടെലിവിഷനും മൊബൈൽ ഫോണും പത്രമാസികൾക്കും സിനിമയ്ക്കും സീരിയലിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ അത് വസ്ത്രത്തിൻ്റെ സംവിധാനങ്ങൾ, അവരെ വിവാഹ ചടങ്ങുകൾക്ക് നടക്കുന്ന അമിതമായ പണത്തിൻ്റെ ദുരുപയോഗങ്ങൾ, ഇതിനെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ ചോദ്യവും ഉത്തരവും ഉണ്ടാവും എന്ന് സംശയം വേണ്ട. അതിൻ്റെ പരിണിത ഫലമാണ് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ വചനം ഊന്നി പറഞ്ഞത്. അതാണ് അവന് സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു, അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടുമിരിക്കുന്നു എന്ന് കർത്താവ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കിക്കോ, കർത്താവിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നാം തോറ്റുപോയാൽ പിന്നെ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കൊരു ഉത്തരവില്ലെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ ഉത്തരവില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും കർത്താവിൻ്റെ ചോദ്യങ്ങൾക്ക്? മറ്റുള്ളവർ ഓടിയ പുറകെ നീ ഓടാൻ നിന്നോട് ആര് പറഞ്ഞു? മറ്റുള്ളവർ ഓടിയതുപോലെ ഓടാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞോ? കർത്താവ് പറഞ്ഞോ? വിശുദ്ധ ഗ്രന്ഥം നോക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ ഇത് ഓടണം, ഇതുപോലെ ഓടി പൈസ ഉണ്ടാക്കണമെന്നും ആ രീതി ജീവിക്കണമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് കർത്താവ് ചോദിച്ചാൽ ഉത്തരമുണ്ടോ? അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്രമാത്രം കർത്താവിൻ്റെ വരവിന് അടുത്തെത്തിയത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമ്മൾ തയ്യാറാക്കി വെച്ചോണം. അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചാൽ എന്തിനു വേണ്ടി നീ ഇതുപോലെ ഓടി എന്ന് കർത്താവ് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അപ്പോൾ അതിവിടെ വെച്ചിട്ടുണ്ട്. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിച്ചാൽ മതി: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടങ്ങൾ നിസ്സാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു, അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. ആ വചനമാണ് പ്രിയപ്പെട്ടവരെ ഇതിനകത്തുള്ളത്. അത് നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം. അതെടുത്താൽ കുറേയേറെ കാര്യങ്ങൾ ക്ലാസ്സായിട്ട് ഇടാനുണ്ട്, പക്ഷേ അത്രയും ഞാൻ ഇടുന്നില്ല. നിങ്ങൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. അതിനായി കറണ്ടിൻ്റെ വേരിയേഷൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് കുറച്ച് സമയം നന്നായിട്ട് വരും, പിന്നെ അല്പമായിട്ട് വരും, അത് ചിലപ്പോൾ പെട്ടെന്ന് പോകും, കുറച്ച് മുന്നേ കറണ്ട് പോയിട്ട് വന്നാണ്. അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് ക്ലാസ് ഞാൻ അധികം മുന്നോട്ട് കൊണ്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും കയ്യിലുണ്ടായിരിക്കണം. എന്തിനു വേണ്ടി നീ ഈ ലോകത്ത് ഓടി? വിശുദ്ധ ഗ്രന്ഥപ്രകാരം ഇതിൻ്റെ ഒന്നും പോകാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. പിന്നെ നീ എന്തിനു വേണ്ടി പോയി? എന്നിട്ട് നീ എന്ത് നേടി? നിൻ്റെ ആത്മാവ് ഇപ്പോൾ എവിടെയാണ് ചോദിച്ചാൽ ഉത്തരവുമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ സമയമില്ലാത്തവർക്ക് സമയമുണ്ടാകുന്ന കാലഘട്ടമാണ് ഇനിയുള്ളത്. അതിനിപ്പോൾ ധ്യാനം കൂടാനോ വിശുദ്ധി പ്രാപിക്കാനോ ഇതിന് പിന്തിരിയാനോ കർത്താവിൻ്റെ മുഖത്തിലേക്ക് വരാനോ ഒന്നും ഇപ്പോൾ സമയമില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ക്യാമ്പുകളിലൊക്കെ പോയിരിക്കുന്നവർക്കറിയാം, അവർ ചുമ്മാ ഇരിക്കുകയാണ്, അവർക്ക് ചിന്തിക്കാനുള്ളൊരു അവസരമാണിത് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടുന്ന കാലഘട്ടം തൊട്ടു മുമ്പിലാണ്. അപ്പോഴോ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ജോലിയുടെ തിരക്കില്ലാതെ ഇരുന്നുകൊണ്ട് എന്തിനു വേണ്ടി ഞാൻ ഈ ജോലിയുടെ പുറകെ ഓടി? എൻ്റെ ദൈവമേ, ശാന്തമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നല്ലോ, യേശുവിൻ്റെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന കാലം തൊട്ടടുത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ദിവസം നിങ്ങൾക്ക് ആ നാണയത്തിൻ്റെ കാര്യങ്ങൾ കൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് അതിനു മുമ്പ് പറയേണ്ടി വന്നു ഇത്തരം സാഹചര്യങ്ങൾ. കാരണം ഈ ലോകത്ത് നിന്ന് സംഭവിക്കുന്നതെല്ലാം അത് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും ഈ വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടുപോയി.
ആ വ്യർത്ഥത എന്ന് പറയുന്നത് ആരുടെ മുഖമാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അത് സാത്താൻ്റെ മുഖമാണ്. സാത്താൻ്റെ മുഖമാണ് സമ്പത്ത്, സാത്താൻ്റെ മുഖമാണ് സുഖസൗകര്യങ്ങൾ, സാത്താൻ്റെ മുഖമാണ് സൗന്ദര്യത്തിൻ്റെ മുഖം, സാത്താൻ്റെ മുഖമാണ് സമ്പത്തിൻ്റെ ആധിപത്യം. ഇതെല്ലാം ആ വ്യർത്ഥത അഥവാ പൊയ് മുഖം എന്ന് പറയുന്നത് സാത്താൻ്റെ മുഖമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മുഖം അതല്ല. എളിമയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സത്യസന്ധമായ പെരുമാറ്റത്തിൻ്റെയും സൗമ്യതയുടെയും എളിമ ജീവിതത്തിൻ്റെയും നിസ്സാര ജീവിതത്തിൻ്റെയും മുഖമാണ് യേശുക്രിസ്തുവിൻ്റെ. യേശുക്രിസ്തു ജനിച്ചത് നമുക്കറിയാം എവിടെയാണ്? കാലിത്തൊഴുത്തിൽ. കാലിത്തൊഴുത്തിൽ നിന്ന് ആ കർത്താവായ യേശു 33 വർഷം ഈ ലോകത്തൂടെ നടന്ന എവിടെയാണ്? ഈ ലോകത്തുകൂടെ നടന്നു പോയി തൻ്റെ പിതാവിൻ്റെ സ്വർഗീയ അഭീഷ്ടം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അതിനുശേഷം കാൽവരിയിൽ ക്രൂശിക്കപ്പെടുകയും ചെയ്തത് പരമയാഥാർത്ഥ്യമായി ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന സത്യമായിരിക്കെ നമുക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. കർത്താവ് ഒരിക്കലും അന്നത്തെ രാജാക്കന്മാരുടെ പോലത്തെയുള്ള വലിയ കൊട്ടാരങ്ങളിൽ യേശു ജീവിച്ചില്ല. സാധാരണക്കാരുടെ കൂടെ മനുഷ്യൻ കർത്താവ് ജീവിക്കുകയായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ വ്യർത്ഥത എന്ന മുഖം കർത്താവിനില്ലായിരുന്നു. കർത്താവിന് സാത്താൻ്റെ മുഖമില്ലായിരുന്നു. കർത്താവിന് പിതാവായ ദൈവത്തിൻ്റെ മുഖമായിരുന്നു. സ്നേഹത്തിൻ്റെ എളിമയുടെ മുഖമായിരുന്നു. എന്നാൽ വ്യർത്ഥത എന്ന മുഖം തരുന്നത് സാത്താൻ്റെ മുഖമാണ്. സാത്താൻ്റെ മുഖത്തിൽ കൂടെ നാം ഓടിയാൽ പ്രകൃതി ചോദിക്കും കണക്ക്, പ്രപഞ്ചം ചോദിക്കും കണക്ക് അതിൻ്റെ തൊട്ടുമുമ്പിലാണ് നാം ഉള്ളത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരേണ്ടി വരുന്ന നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ അഹങ്കാരത്തെ കുറച്ചു വെച്ച്, അഹങ്കാരത്തെ ഉപേക്ഷിച്ച്, വലിയ വാർക്കുവടികളെ ഉപേക്ഷിച്ച്, വലിയ കാറുകളെ ഉപേക്ഷിച്ച് എളിമയുടെ ജീവിതം, സൗമ്യതയുടെ ജീവിതം, അതിനായി തൻ്റെ ജോലികളൊക്കെ രാജിവെച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന് വളരെ എളിമയോട് ജീവിക്കാൻ പഠിച്ചു. അത് പഠിച്ചില്ലെങ്കിൽ കർത്താവ് പഠിപ്പിക്കുക തന്നെയും. അതിനായി നമ്മെ ഒരു സമൃദ്ധമായി യേശുനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.